നിന്ന് മോക്ഷം കിട്ടുവാൻ വേണ്ടി മോക്ഷയാത്ര നടത്തുന്നുണ്ട്, തീർത്ഥാടന യാത്രകൾ നടത്തുന്നുണ്ട്, തീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നുണ്ട്, നേർച്ച കാഴ്ചകൾ, വഴിപാടുകൾ ഇതൊക്കെയും ചെയ്യുന്നുവെങ്കിലും മനുഷ്യന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നില്ല. ഈ ലോകത്തിലുള്ളതായ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് മനുഷ്യന്റെ ശാപത്തിന് പരിഹാരമുണ്ടാകുന്നില്ല. കാരണം അതിന് പരിഹാരം ഒരേ ഒരു മാർഗം, സ്വർഗമഹിമയുടെ താണഭൂമിയിലേക്ക് വന്ന കർത്താവായ യേശുക്രിസ്തു എന്റെ ശാപത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന ഹൃദയം കൊണ്ട് ആര് വിശ്വസിക്കുന്നു അവരുടെ ശാപത്തിൽ വിടുവിക്കപ്പെടുവാൻ കഴിയും. ആകയാൽ എന്റെ ശാപങ്ങളെ ചുമന്നുകൊണ്ട് യേശുക്രിസ്തു ക്രൂശിൽ കയറി സകലവിധമായ ശാപത്തിൽ നിന്നും എനിക്ക് വിടുതൽ തന്നിരിക്കുന്ന ഒരു വിശ്വാസം ഞങ്ങൾക്കുള്ളത് കൊണ്ട് ആ വിശ്വാസത്തിൻ്റെതായ ആ ഏറ്റുപറച്ചിൽ നടത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത് നിമിത്തം ഒരു വലിയ അനുഗ്രഹമുണ്ടായി. ആ അനുഗ്രഹത്തിന്റെ സന്തോഷവുമായിട്ടാണ് ഇന്ന് പകൽക്കാലം ഇവിടെ കടന്ന ദേശത്തോട് ഞങ്ങൾ ഈ മാറ്റമില്ലാത്ത തിരുവചന സത്യങ്ങൾ വിളിച്ചിരിക്കുന്നത്. ആകയാൽ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ വിഷയം എന്ത് തന്നെയായിരുന്നാലും പ്രശ്നം എന്ത് തന്നെയായിരുന്നാലും സകല പ്രശ്നത്തിന് പരിഹാരം കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതമായി ഏറ്റുകൊള്ളുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒന്നാമത് വലിയ സമാധാനം ഉണ്ടാകുകയാണ്, ഒരു വലിയ സ്വസ്ഥത ഉണ്ടാകുകയാണ്, ഒരു വലിയ വിശ്രാമം ഉണ്ടാകുകയാണ്, ഹൃദയത്തിൽ വലിയ സന്തോഷം ഉണ്ടാകുകയാണ്, ജീവിതത്തെക്കുറിച്ച് പ്രത്യാശ ഉണ്ടാകുകയാണ്. പലർക്കും നാളെയെക്കുറിച്ച് എന്തായി തീരുമെന്നുള്ളതായ വ്യാകുലങ്ങൾ, ചിന്താകുലങ്ങൾ അനേകരെ അലട്ടുന്നുണ്ട്. പല അവരുടെ സാഹചര്യങ്ങൾ മുൻപോട്ട് എങ്ങനെയായി തീരും, എന്തായി തീരും എന്നുള്ളതായ ചോദ്യങ്ങളുമായിട്ടാണ് പലർ ജീവിക്കുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ളതായ രക്ഷ കരസ്ഥമാക്കി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ പ്രത്യാശയാണ്, ഒരു ഭാഗ്യകരമായ പ്രത്യാശ. നാളെക്കുറിച്ചുള്ളതായ വേദനകൾ, വ്യാകുലങ്ങളെല്ലാം മാറി സന്തോഷത്തോടെ ഓരോ ദിവസവും ജീവിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് പ്രത്യാശ എന്ന് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൽ ഒരിക്കലും ഒരു മനുഷ്യനും നമുക്ക് പ്രത്യാശ വാഗ്ദാനം ചെയ്യുവാൻ സാധ്യമല്ല. പ്രിയമുള്ളവരെ, യഥാർത്ഥമായ പ്രത്യാശ, ജീവന്റെ പ്രത്യാശയാകുന്ന യേശു ക്രിസ്തുവിനെ മാത്രമേ തരുവാൻ സാധിക്കുള്ളൂ. ഈ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ഭൂമിയിലേക്കുള്ളതല്ല. ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മരണം വഴിയായി നമ്മുടെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ മരണത്തിനപ്പുറത്തുള്ളതായ ഒരു രാജ്യത്തെക്കുറിച്ച്, ഒരു സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ളതാണ് പ്രത്യാശ. മരണം കൊണ്ട് അവസാനിക്കുന്ന മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് നമ്മിൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലെ ജീവിതം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് നാം ഈ ജീവിതത്തെ വളരെയധികം സന്തോഷിക്കണമെന്നാണ് പലരും വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല പ്രിയമുള്ളവരെ. ഈ ഭൂമിയിലെ ജീവിതം അവസാനിച്ചു കഴിയുമ്പോൾ മറ്റൊരു ജീവിതം ആരംഭിക്കുകയാണ്. ഒരു മനോഹരമായ ദൈവരാജ്യമുണ്ട്, ഒരു മനോഹരമായ സ്വർഗരാജ്യമുണ്ട്. ആ സ്വർഗരാജ്യം, സ്വർഗത്തിൽ പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവർക്ക് വേണ്ടി ഒരു ദൈവരാജ്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയിലുള്ളതുപോലെ കഷ്ടമോ സങ്കടമോ വേദനയോ കണ്ണുനീരോ ഒന്നുമില്ലാത്ത ഒരു ദൈവരാജ്യത്തിൽ പോകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത സുവിശേഷ സത്യങ്ങൾ ശ്രവിക്കുവാൻ നിങ്ങൾക്ക് നല്ല അവസരം വന്നിരിക്കുകയാണ്.